ഓക്കെ, നമസ്കാരം. മനേഷ് കുമാർ തൃപ്പൂണിത്തുറ MKVSന്റെ സെക്കൻഡ് ഹോൾഡിങ്ങിൻ്റെ കണ്ടിന്യൂഷൻ പാർട്ട് 2 വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പോൾ നമ്മളുടെ പാർട്ട് 2 വീഡിയോ ആണ്. നമ്മൾ 15 മിനിറ്റ്സ് ആവുന്നവരെയും ഹോൾഡ് ചെയ്യുമെന്നുള്ള കാര്യങ്ങൾ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതിൽ കുറച്ച് ലോട്ട് ഇവിടെ നിന്ന് എടുക്കുക, ഇവിടെ പോർഷൻ കൊടുക്കുക, പിന്നെ ഇവിടെ നിന്ന് പിന്നെയും വീണ്ടും എടുക്കുക, അതിൻ്റെ കുറച്ച് പോർഷൻ ഇവിടെ കൊടുക്കുക, വീണ്ടും ഹോൾഡ് ചെയ്യുക. ഇപ്പോൾ ഇവിടെ ഒരു വിക്ക് വന്നു, സെക്കൻഡ് വിക്ക് 140 പോയി, അടുത്ത വിക്ക് 252 പോകുന്നത്. RSI സ്റ്റിൽ 15 മിനിറ്റ്സ് തന്നെയാണ്. ഒരു കൺസോൾട്ടേഷൻ പ്രീവിയസ് ആയിട്ടുള്ളൊരു ഡേ കൺസോൾട്ടേഷൻ കഴിഞ്ഞ് മാർക്കറ്റ് അടുത്ത മൂവിലേക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് വന്ന് ഹിറ്റ് ചെയ്യാനുള്ള ഒരു ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത വിക്ക് അടിക്കുന്നത് 23,367 അവിടെ നിന്ന് 3 മണിക്ക് ഇപ്പോൾ സമയം 1:08 ആയിട്ടുണ്ട്. അപ്പോൾ 1:08 എന്ന് പറയുമ്പോൾ 2:03. അപ്പോൾ ആ സമയത്ത് ഉണ്ടാവാൻ പോകുന്നത് 4-8 ക്യാൻഡിൽ ഉണ്ടാവണം. 8 ക്യാൻഡിൽ വരുമ്പോൾ ഒരു ക്യാൻഡിൽ ഇതായിട്ടുണ്ട്. 2, 3, 4, 5, 6, 7, 8 ക്യാൻഡിലോടുകൂടി 23,367 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് 23,411 വരുന്നത്. അവിടെ നിന്നും ബ്രേക്ക് ചെയ്ത മാർക്കറ്റ് ഈ ഭാഗത്തേക്കായിരിക്കും പോകുന്നത്. അല്ലെങ്കിൽ മാർക്കറ്റ് 3 മണിക്ക് ഇവിടെ തന്നെ കൺസോൾട്ടേഷൻ ചെയ്ത് തീർക്കണം, ഇവിടെ തന്നെ നിർത്തണം മാർക്കറ്റിൽ നിന്ന്. അപ്പോൾ നമുക്ക് നമ്മുടെ 15 മിനിറ്റ്സ് ക്രോസ് ഓവർ ആയിട്ട് മാത്രമേ നമ്മൾ പിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യുന്നുള്ളൂ. അതുവരെ കുറച്ചും കൂട്ടിയും എടുത്ത് നമുക്ക് പൊതുവെ കൊണ്ടുവരാം. അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ടാണ്. ഈ ചാർട്ടിനെ പറ്റി അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ്ലി എന്നെ വിളിക്കാം. എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഞാൻ യൂസ് ചെയ്യുന്ന ചാർട്ടിൻ്റെ, അല്ലെങ്കിൽ ഇതിപ്പോൾ ഒരു പാർട്ട് 2 വീഡിയോ ആണ്. അപ്പോൾ ഇതിൻ്റെ പാർട്ട് 1 ഉണ്ട്. ആ പാർട്ട് 1 അതായത് അതൊരു 1.5 മണിക്കൂറുണ്ട്. അതും ഈ 15 മിനിറ്റ്സിൻ്റെ ക്രോസ് ഓവറിൽ നമ്മളെടുത്ത് ഹോൾഡ് ചെയ്ത് ഒരു വിധത്തിലാണ് 140 നമ്മൾ എക്സിറ്റ് ആയത്. അതിനുശേഷം പിന്നെ നമ്മൾ ഹോൾഡിങ് തന്നെയാണ്. ഈ ഒരു ക്രോസ് ഓവർ ആവുന്നവരെ നമ്മൾ ഹോൾഡിംഗ് ആണ്. നമ്മളുടെ ടാർഗറ്റ് 255 ആണ്. അപ്പോൾ അത് എത്തുന്നവരെയും ആ വീഡിയോ 2-2.5 മണിക്കൂർ ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ആ പാർട്ട് 1 വീഡിയോ ഞാൻ ഇവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കിപ്പോൾ തെളിഞ്ഞു വരും, കാണാം. അത് സ്കിപ്പ് ചെയ്ത് കാണുകയോ ഓടിച്ച് കാണുകയോ മൊത്തമായിട്ട് കാണുകയോ ഒക്കെ ചെയ്യാം. അപ്പോൾ ഇത് പാർട്ട് 2 ആണ്. വിത്ത് 3 PM ട്രേഡിങ്ങും കൂടെ കണക്കൂട്ടിയിട്ടാണ് ഇത് പാർട്ട് 2 ഞാൻ ഡൗൺലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ക്രോസ് ഓവർ ആയിട്ട് അതിനുശേഷം ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാം. അതുപോലെ തന്നെ ഞാൻ യൂസ് ചെയ്യുന്ന ഈ ചാർട്ടിൻ്റെ ബേസിക് ആയിട്ടുള്ളൊരു ഇൻഫർമേഷൻ വീഡിയോ ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ തെളിഞ്ഞു വരും, അത് കാണാം. അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്ത് സാറ്റിസ്ഫൈഡ് ആണ്, ഈ ഒരു ചാർട്ട് പഠിച്ചാൽ എന്തെങ്കിലും മെച്ചം ഉണ്ടാവും എന്നുള്ള തോന്നൽ നിങ്ങൾക്കുണ്ട്, അല്ലെങ്കിൽ ഞാൻ ഈ ചെയ്യുന്ന ലൈവ് വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ലൈവ് വീഡിയോയിൽ ഈ കൺസോൾട്ടേഷൻ ഇങ്ങനെ വരും, അത് നമുക്കിങ്ങനെ ഹോൾഡ് ചെയ്യാം, അത് ഇന്ന ഏരിയകളിലേക്കൊക്കെ വരും എന്നുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ഈ ഒറ്റക്കിരുന്ന് ഇന്ന് ഒരുമിക്ക ആൾക്കാർക്ക് ഇന്ന് ലോസ് ആയിരിക്കും. കാരണം കൺസോൾട്ടേഷൻ ടൈമിലാണ് ഏറ്റവും കൂടുതൽ ലോസ് വരുന്നത്. പക്ഷേ എൻ്റെ കൂടെ ലൈവിലുള്ളവർക്ക് ലോസ് ഉണ്ട്, പക്ഷെ അതൊക്കെ റിക്കവർ ചെയ്തിട്ടുണ്ട്. ചെറിയ പ്രോഫിറ്റിലാണ് അവർ നിൽക്കുന്നത്. കാരണം ഈ പല മേഖലയിൽ നിന്ന് വരുന്ന ആളുകളുണ്ടാവും, പല കോഴ്സ് പഠിച്ചു വരുന്നവരുണ്ടാവും, ഈ നല്ല രീതിയിൽ പേടിയുള്ള ആളുകളുണ്ടാവും. പക്ഷേ അവർക്ക് പെട്ടെന്ന് ലൈവിലേക്ക് വരുമ്പോഴത്തേക്കും ഞാൻ പറയുന്നത് ശരിയാണോ, അല്ലെങ്കിൽ ഞാൻ പറയുന്ന ഭാഗത്തേക്ക് എത്തുമോ എന്നുള്ളൊരു പേടി സ്വാഭാവികമായിട്ടും കാണും ഇങ്ങനത്തെയുള്ള സാഹചര്യങ്ങളിൽ. അപ്പോൾ അത് ആ ധൈര്യം കൊടുക്കുക, അവരെ മനസ്സിലാക്കുക, ഓവർ ട്രേഡ് റിവെഞ്ച് ട്രേഡിലേക്ക് പോകാതിരിക്കുക, ക്യാപിറ്റൽ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് പഠിപ്പിക്കുക. ആ കാര്യങ്ങൾ ഒക്കെയാണ് മെജോറിറ്റി ഞാൻ മൈൻഡ് സെറ്റൊക്കെ ഓക്കെ കൊടുക്കാനായിട്ടാണ് ശ്രമിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് എടുത്താലും അത് ഹോൾഡ് ചെയ്യാനുള്ളൊരു മെൻ്റൽ പവർ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. അല്ലാണ്ട് ഞാൻ ഇവിടെ കയറും ഇവിടെ വിറ്റോ എന്നല്ല പറയുന്നത്. അനലൈസ് ചെയ്ത് സാഹചര്യങ്ങളൊക്കെ പറഞ്ഞ് ലോസ് ആണെങ്കിലും അത് റിക്കവർ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമുക്കെന്തായാലും വെയിറ്റ് ചെയ്യാം 3 മണിയുടെ ട്രേഡിങ്ങിലേക്ക് വേണ്ടി. അപ്പോൾ ഓൾമോസ്റ്റ് ഇവിടെ മാർക്കറ്റ് ഒരു ക്രോസ് ഓവർ വന്നിട്ടുണ്ട്. ഇവിടെ ഒരു മടക്ക് വന്നിട്ടുണ്ട്. അപ്പം നമ്മളൊന്ന് ശ്രദ്ധിച്ചിരിക്കണം. നമുക്ക് ഇതിലും കൂടെ ഒന്ന് കോൺസെൻട്രേഷൻ ചെയ്യേണ്ട ആവശ്യമുണ്ട്. പിയിൽ കൂടെ ഒന്ന് കോൺസെൻട്രേഷൻ ചെയ്യാം. ഒരു പിൻബാറാണ്,
അതേപോലെ തന്നെ ഒരു ക്രോസ് ഓവർ വന്നിട്ടുണ്ട്. ഇത് ഗ്രീനിലേക്ക് കയറണം. അപ്പോൾ പിയിൽ എവിടെയാണ് നമ്മുടെ മൂവ്മെൻ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു 137 ഒക്കെ ബ്രേക്ക് ചെയ്യണം. 135 137 അതൊന്ന് ബ്രേക്ക് ചെയ്താൽ മാത്രമായിരിക്കും നമുക്ക് പിയിൽ കൂടുതൽ മൂവ്മെൻറ്റിലേക്ക് വരുന്നത്. ഇവിടെ 225 230 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 225ലേക്കായിരിക്കും മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ്. അതുവരെ നമ്മൾ അലർട്ടായിട്ടിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ക്രോസ് ഓവർ വന്നിട്ടില്ല, നമ്മളൊരു അലർട്ടായിട്ടിരിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. 230 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 255 280 വരെ നമുക്കത് സ്റ്റിൽ ഹോൾഡ് ചെയ്യാം. നേരെ മറിച്ച് ഇവിടെ 137 ബ്രേക്ക് ചെയ്ത് ക്യാൻഡിൽ ക്ലോസ് ആയാൽ മാത്രമാണ് മാർക്കറ്റ് പിയിൽ മൂവ്മെൻറ്റ് ഉണ്ടാവുള്ളൂ. അത് 160 ഈ ഒരു യെല്ലോ ലൈനോ റെഡ് ലൈനോ അല്ലെങ്കിൽ 190 ഭാഗത്തേക്കൊക്കെ മാർക്കറ്റ് മൂവ് ചെയ്യാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ ലെവലൊക്കെ ഓൾമോസ്റ്റ് അച്ചീവ്ഡ് ആയിട്ടുണ്ട്. ഇവിടെ നിന്നൊരു മൂവ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ മാർക്കറ്റിൻ്റെ അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് 263 280 ലെവലായിരിക്കും. അപ്പോൾ ഓൾമോസ്റ്റ് ഇപ്പോൾ ഇവിടെ നിന്നുള്ള ക്രോസ് ഓവർ നമ്മൾ 190ലാണ് എൻട്രി എടുത്തത്. അതിനുശേഷം ആട് ലോട്ട് സൈസ് കൂട്ടി 2 ടൈം ഇറങ്ങി. മൂന്നാമത്തെ ടാർഗറ്റും ഓൾറെഡി 255 തൊട്ടിട്ട് മാർക്കറ്റ് ഓൾമോസ്റ്റ് 253 വരെ മാർക്കറ്റ് എത്തിയിട്ടുണ്ട്. അപ്പോൾ അതിനിടക്ക് പല പല റെഡും പല പല ഗ്രീനൊക്കെ മാറി വരുമ്പോൾ പാനിക്കാവാതിരിക്കണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു സ്ട്രാറ്റജി വേണം. ആ സ്ട്രാറ്റജിയിൽ നമ്മൾ വിശ്വസിക്കണം. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് ട്രേഡ് എടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇനിയിപ്പോൾ ഉള്ള ഒരു പ്രൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് 274 ഉള്ളൂ അടുത്ത ടാർഗറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ 255 ആണ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നൊരു ഏരിയ. അപ്പോൾ ആ 255ൽ മാർക്കറ്റ് ഓൾറെഡി റീച്ച് ആയിട്ടുണ്ട്. ആദ്യത്തെ 237, രണ്ടാമത്തെ 240, അത് കഴിഞ്ഞിട്ട് 255. ഇനി ഇവിടെ നിന്നൊരു മൂവ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ മാർക്കറ്റ് 280ലേക്കായിരിക്കും പോകുന്നത്. അപ്പോൾ 5 മിനിറ്റിൽ ഒരു ക്രോസ് ഓവർ ഓൾമോസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ 285 വരെ മാർക്കറ്റിൽ ഓൾറെഡി നിൽപ്പുണ്ട്. ആ 285 വരെ മാർക്കറ്റ് പോകുമെന്നുള്ള കാര്യത്തിൽ മാത്രമാണ് ഇനിയൊരു ഡൗട്ടുള്ളൂ. അപ്പോൾ ഇൻഡെക്സിൻ്റെ ക്രോസ് ഓവറിലും ഇതുവരെ 15 മിനിറ്റ്സ് ക്രോസ് ഓവർ ആയിട്ടില്ല. അപ്പോൾ ഈ ഒരു ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് കഴിഞ്ഞ ദിവസത്തെ ഒരു സാധാരണ രീതിയിലുള്ള ഒരു ഹൈയിലാണ് 23,368 മാർക്കറ്റ് ഇപ്പോൾ സ്ട്രൈക്ക് ചെയ്ത് നിൽക്കുന്നത് തന്നെ. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് ഇപ്പോൾ ടോട്ടൽ മാർക്കറ്റിൻ്റെ ഒരു മൂവ്മെൻറ്റ് ഹൈ എന്ന് പറയുമ്പോൾ 105 നമ്മളൊരു 238 പോയിൻ്റൊക്കെയാണ് പ്രതീക്ഷിച്ചത്. ഞാൻ നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് 288 പോയിൻ്റാണ് നോട്ട് ചെയ്ത് വെച്ചത്. 30 മിനിറ്റിലും RSI അപ്പർ സൈഡിലേക്ക് ആയതുകൊണ്ടാണ് ആ 15 മിനിറ്റ്സ് ധൈര്യമായിട്ട് ഹോൾഡ് ചെയ്തതിൻ്റെ റീസൺ. ഇപ്പോൾ മാർക്കറ്റ് എവിടം വരെ പോകണം? 23412 വരെ പോകേണ്ട മാർക്കറ്റാണ്. അവിടെയും ബ്രേക്ക് ചെയ്ത 23449 വരെ പോകേണ്ട മാർക്കറ്റാണ്. അപ്പോൾ നമുക്ക് ന്യായമായിട്ടൊരു ലൈറ്റ് ലെവലിൽ ഇപ്പോൾ ഇത് ഡോജി ക്യാൻഡിലായി കഴിഞ്ഞാൽ അടുത്ത ക്യാൻഡിൽ, അതായത് 1:30ക്കാണ് നമ്മളൊരു ആദ്യത്തെ മൂവ് പറഞ്ഞത്. ഇനി 2 മണിക്കായിരിക്കും നെക്സ്റ്റ് മൂവ്. അപ്പോൾ ഓൾമോസ്റ്റ് ടാർഗറ്റ് ഡണ്ണാണ്. വീഡിയോ പോസ് ചെയ്യുന്നു. അടുത്ത ആ ഒരു സ്റ്റേജിൽ നമുക്കിനി നോക്കാം. ഈ 260 എന്ന് പറഞ്ഞ ഒരു ലെവലിലാണ് മാർക്കറ്റ് ഹിറ്റ് ചെയ്ത് നിൽക്കുന്നത്. 264 വരെ പോയിട്ടുണ്ട്. ആ 260 എന്നുള്ള ഇവിടെ ഒരു ലെവൽ കിടപ്പുണ്ട്. അപ്പോൾ ഒരുപാട് റെസിസ്റ്റൻ്റ് ഉണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ പതുക്കെ മാർക്കറ്റ് കയറിക്കൊണ്ടിരിക്കുന്നത്. 260 ഇഞ്ച് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 280 ഉണ്ട്. 280 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ 300 ആണ്. 300 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ എവിടം വരെയൊക്കെ പോവാം? ഇപ്പോൾ 257 275 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് പിന്നെ 330ലേക്കായിരിക്കും പോകുന്നത്. അപ്പം ഇത് ക്രോസ് ഓവർ ആവുന്നവരെ നമ്മൾ ഹോൾഡ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ഉദ്ദേശം.
അപ്പോൾ 275 എന്നുള്ളത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. റെസിസ്റ്റൻ്റ് എന്ന് തൊട്ടുള്ളതാ, ഒരുപാട് നാളുകൾക്ക് മുമ്പേ ഉള്ള റെസിസ്റ്റൻ്റ് ആണ്. അതൊന്ന് ടാരിയായിട്ട് വന്നതായിരുന്നു, അത് പിന്നെയും കട്ടൗട്ടായിട്ട് പോയി. 261, കാരണം ഇനിയുള്ള മൂവ്മെൻറ്റിന് വളരെ സ്പീഡായിരിക്കും. നമ്മൾ 100-ലെടുത്തിട്ട് 105 കൊടുക്കുന്നതിന് തുല്യമാണ് പിന്നെ നമ്മൾ അടുത്ത മൂവ്മെൻറ്റിലൊക്കെ. അപ്പോൾ 269, 270 ആയി, 272 ആയി, 270, 280. ഇവിടം വരെ എടുത്താലും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മൾ ക്ഷമയോടുകൂടി കാത്തിരുന്നാൽ 190 നിന്നാണ് 267 വരെ വന്നിരിക്കണേ. മിനിറ്റ്സിൽ ഞാൻ വേറെ ഒന്നും ഇവിടെ ചെയ്തിട്ടില്ല. ഞാൻ ഒരു IV നോക്കിയിട്ടില്ല, ഞാനൊരു എന്താ പറയണേ പുട്ട് കോൾ റേഷ്യോ അങ്ങനെയുള്ള സാധനങ്ങൾ നോക്കിയിട്ടില്ല, ഞാൻ വിക്സ് നോക്കിയിട്ടില്ല. ഞാൻ ഓൾറെഡി നോക്കിയത് എൻ്റെ കസ്റ്റമൈസ്ഡ് ചാർട്ടിലെ ക്രോസ് ഓവർ മാത്രം നോക്കിയിട്ടാണ് ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്തപ്പോൾ 190-ലുള്ള എൻട്രി എടുത്ത്. 190-ൽ എൻട്രി എടുത്തിട്ട് കോസ്റ്റ് ടു കോസ്റ്റ് ഇട്ട് വെയിറ്റ് ചെയ്തു. ഒന്നെങ്കിൽ സ്റ്റോപ്പ് ലോസ് ഇല്ലെങ്കിൽ അടുത്ത ക്രോസ് ഓവർ. നമ്മൾ അത്ര കാൽക്കുലേറ്റ് ചെയ്തുള്ളൂ. 23373 ഒരു ന്യായമായിട്ടുള്ള ട്രിഗർ ഏരിയ ആണ്. അവിടെ നിന്നും ബ്രേക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ മാർക്കറ്റ് 23412-ലേക്കായിരിക്കും പോകുന്നത്. അപ്പോൾ 272 ആയിട്ടുണ്ട്. 280 ബ്രേക്ക് ചെയ്താൽ പിന്നെ 300-ലേക്കായിരിക്കും മാർക്കറ്റ് പോകുന്നത്. നമ്മൾ ട്രെയിൽ ചെയ്യേണ്ട സ്ഥലങ്ങളുണ്ട് 270. അപ്പോൾ നമ്മൾ ട്രെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഈ ക്യാൻഡലിൻ്റെ അപ്പ്, ഈ ക്യാൻഡലിൻ്റെ ലോ, ഇത് രണ്ടും കൂടെ സംഗമിക്കുന്ന ഒരു ലെവലാണ് 263. അപ്പോൾ ആ 263 നമുക്കവിടെ ട്രെയിൽ ചെയ്ത് വെക്കാം. 263ക്ക് താഴത്തോട്ട് പോരും എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് അവിടെ ഇറങ്ങാം. ഇവിടെ ഇറങ്ങിയിട്ട് നമുക്ക് ട്രെയിൽ ചെയ്ത് വെക്കാം. പിന്നെ കുറച്ചും കൂടെ ഡീപ്പ് ട്രെയിലിംഗ് ആണെങ്കിൽ 250 വെക്കാം. 16 പോയിൻറ്റിൻ്റെ വ്യത്യാസമുള്ളൂ. നേരെ മറിച്ച് ഇതിൻ്റെ ഒരു കൺസോളേഷൻ ബ്രേക്ക് ചെയ്ത് ഹൈയിലേക്ക് പോയി കഴിഞ്ഞാൽ മാർക്കറ്റ് 280-ലേക്ക് പോകും. ഓൾറെഡി 275 വരെ മാർക്കറ്റ് വന്നിട്ടുണ്ട്. അതൊരു പിൻ ബാറായിട്ട് ഫോം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒപ്പത്തിലൊരു ക്രോസ് ഓവർ വന്നതുകൊണ്ടാണ് നമ്മൾ ഈ പിൻ ബാറിൻ്റെ ലോവിൽ 265 ആ റേഞ്ചിൽ സേഫ് ആക്കാമെന്ന് പറഞ്ഞത്. ഇപ്പോൾ ഓൾമോസ്റ്റ് എന്താ പറയണ്ടേ, നമ്മുടെ ടാർഗറ്റൊക്കെ ഓൾമോസ്റ്റ് റീച്ച് ആയിട്ടുണ്ട്. നല്ല രീതിയിലുള്ള മൂവ്മെൻറ്റ് കാഴ്ചവെക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഓൾമോസ്റ്റ് എത്ര 190 മുതൽ 2 ഇപ്പോഴും ക്രോസ് ഓവറൊന്നും ആയിട്ടില്ല. സ്റ്റിൽ മാർക്കറ്റ് അപ്പർ സൈഡ് തന്നെ. നമ്മൾ പറഞ്ഞേക്കണത് ഇവിടെ നിന്ന് 190-ൽ നമ്മളെടുത്ത എൻട്രി, ഇവിടെ ക്രോസ് ഓവർ, ഇവിടെ 190-ലാണ് നമ്മൾ എൻട്രി എടുത്തത്. ആ 190 ഇപ്പോൾ ക്രോസ് ഓവറിൻ്റെ ജസ്റ്റ് അടുത്തുകൊണ്ടിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഈ എൻട്രി ക്രോസ് ഓവറിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ക്രോസ് ഓവറിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് 280-ൽ സേഫായിട്ട് ഇറങ്ങാം. ഇവിടെ പിന്നെ ഒരുപാട് ടാർഗറ്റുകളുണ്ട്. 280 ഉണ്ട്, 290 ഉണ്ട്. ഇവിടെ 300-ലേക്ക് എക്സ്പാൻഷൻ ആയിട്ടുണ്ട്. പ്രീവിയസ് ആയിട്ടുള്ള ലെവൽ ബ്രേക്ക് ചെയ്ത് അങ്ങ് പോകും. അപ്പോൾ നമ്മൾ ട്രെയിൽ ചെയ്യുമ്പോൾ അതങ്ങനെ ശ്രദ്ധിച്ച് ട്രെയിൽ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. കണ്ടോ, നമ്മൾ പറഞ്ഞ ട്രെയിലിംഗ് ഏരിയയുടെ താഴത്തോട്ട് മാർക്കറ്റ് വന്നിട്ടില്ല. അപ്പോൾ അങ്ങനെ സേഫായിട്ട് ട്രെയിൽ ചെയ്താൽ മാർക്കറ്റ് ഈ 275 ബ്രേക്ക് ചെയ്താൽ 280-ലേക്ക് പോകും. അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ 252 ആയി. നേരത്തെ 250 ആയിരുന്നു, ഇപ്പോൾ 250-ലേക്ക് 2-ലേക്ക് എക്സ്പാൻഷൻ ആയിട്ടുണ്ട്. ഇതൊരു സേഫ് സോണാണ് എന്നെ സംബന്ധിച്ച്. ഇനി അടുത്ത ട്രിഗർ ഏരിയ എന്ന് പറഞ്ഞാൽ 23412 ആണ്. ഇപ്പോഴും ക്രോസ് ഓവറൊന്നും ആയിട്ടില്ല. 2379.60 കയറി പോട്ടെ. മാക്സിമം നമുക്ക് ഹോൾഡ് ചെയ്ത് കൊണ്ടുപോകാം. ഇപ്പോൾ 1 മിനിറ്റിൽ സാധനം ഡേഞ്ചറിലെ സോണിലേക്ക് പോന്നിട്ടുണ്ട്. അപ്പോൾ ഈ പാർട്ട് 2 വീഡിയോ കാണുന്നവർക്കൊരു ഡൗട്ട് ഉണ്ടാവാം. ആ ഡൗട്ട് ഞാനിപ്പോൾ ക്ലാരിഫൈ ചെയ്ത് തരാം. ഇവിടെ നമ്മൾ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ട് 220 ടച്ച്ഡ്, അടുത്തത് 255, 280 ആണെന്നൊക്കെ ഓൾറെഡി നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതനുസരിച്ചിട്ടാണ് മാർക്കറ്റ് പോയിരിക്കുന്നത്. കണ്ടോ, അവിടെ സേഫ് അല്ല. ഇവിടെ 1 മിനിറ്റിൽ
ക്രോസ് ഓവർ ആയതുകൊണ്ടാണ് നമുക്കിവിടെ നമ്മുടെ പ്രോഫിറ്റ് ലോക്കാക്കാം എന്ന് നമ്മൾ പറഞ്ഞത്. കാരണം ഒരു പരിധി വിട്ട് അങ്ങ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇവിടെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിവേ ആ ഒരു ട്രേഡ് നമുക്ക് പോസ്റ്റ് ചെയ്യാം. 192 275 ഈ ക്യാൻഡിൽ ഇതിൻ്റെ ടിപ്പിലാണ് ഓൾമോസ്റ്റ് നമ്മൾ സേഫ് ആയത്. ലോങ് ഹോൾഡിംഗ് എന്ന് പറയുമോ അതിന്. ക്ഷമയോടുകൂടി ഹോൾഡ് ചെയ്യണോ, നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു സ്ട്രാറ്റജി വേണം. അതിനിടയ്ക്ക് എന്ത് സംഭവിച്ചാലും നമ്മൾ പതറാൻ പാടില്ല. അപ്പോൾ ഫസ്റ്റ് സേഫ് സോൺ 262 തന്നെ വെച്ചാലും കുഴപ്പമില്ല. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ 15 മിനിറ്റ്സിൻ്റെ പരിപാടിയൊക്കെ ഏറെക്കുറെ വൈൻഡപ്പ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അവിടെ ന്യായമായിട്ടുള്ള പ്രോഫിറ്റ് കിട്ടിയത് കാരണം ഇനി ഇതിൻ്റെ ലോട്ട് സൈസും കൂടെ ഇതിൻ്റെ ഇതും കൂടെ ഒന്ന് മാറ്റണം. നമ്മൾ അടുത്ത സ്ട്രൈക്കിലേക്ക് ഷിഫ്റ്റ് ഔട്ട് ആവേണ്ട സമയമായി. ഇവിടെ ഒരെണ്ണം അങ്ങ് കൊടുത്തിടാം. ഇത് വിത്ത് ആവറേജിങ്ങിൻ്റെ കൂടെ ഉൾപ്പെടുത്തിയിട്ടാട്ടോ. കാരണം ഇവിടെ ഒരു ഏകദേശം ഒരു 15 മിനിറ്റ്സിൻ്റെ ക്രോസ് ഓവർ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ഓൾമോസ്റ്റ് ഡൗൺ കംപ്ലീറ്റ് എടുത്തു. അതിനുശേഷം നമ്മൾ ഇതൊരു ഇൻസൈഡ് ബാർ ക്യാൻഡിലായിട്ട് ഫോം ചെയ്യാനുള്ള സാഹചര്യങ്ങൾ എന്നാണ് നോക്കുന്നത്. അതായത് ഈ മൂവ്മെൻറ്റ് ഇപ്പോൾ കറക്റ്റായിട്ട് 160 നമ്മുടെ എൻട്രി എന്ന് പറഞ്ഞാൽ 173. അപ്പോൾ 13 പോയിൻറ്റ് 15 മിനിറ്റ്സ് ആണ്. അപ്പോൾ 13 പോയിൻ്റാണ് അതിൻ്റെ ഡിഫറൻസ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് നമുക്ക് 225 214 ആവാം, 225 ആവാം. കാരണം ഇപ്പോഴും ക്രോസ് ഓവർ ഒന്നും ആയിട്ടില്ല. ഈ ക്രോസ് ഓവർ കഴിഞ്ഞ് ഗ്രീനിലേക്ക് കയറുന്നത് വരെ നമുക്ക് ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഏകദേശം മനസ്സിൽ ഒരു തോന്നലുണ്ടായി, ആ സമയത്ത് പരിപാടി അങ്ങ് നടത്തിയെന്ന് മാത്രമേ ഉള്ളൂ. ഇത് ഇൻ കേസ് ഒരു ഇൻസൈഡ് ബാർ ക്യാൻഡിലായിട്ട് ഫോം ചെയ്താലും ഇതെന്തായാലും ഈ സ്പേസ് ഫില്ല് ചെയ്യാനായിട്ട് 180ലേക്കൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. 180 ബ്രേക്ക് ചെയ്താൽ 214 227 235 ഭാഗത്തേക്കൊക്കെ മാർക്കറ്റ് പോവാം. അപ്പോൾ ഇപ്പം നമുക്ക് ഇത്രയും പോയിന്റുകൾ കിട്ടി. ആ കിട്ടിയത് പ്രകാരം ഇതിലൊരു തീരുമാനം നമ്മൾ എടുക്കുന്നത് 159-ൽ 13 പോയിന്റ് സ്റ്റോപ്പ് ലോസ് വിട്ടുകൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഇത് ഇപ്പം 2 മണിയായി, 6 ക്യാൻഡിൽ ഫോം ചെയ്യാനുണ്ട്. ഇത് താളം തട്ടി 6 ക്യാൻഡിലോട് കൂടി 227 ഒക്കെ വന്ന് വൈകിട്ട് മാർക്കറ്റ് ഇവിടെ തീരുമെന്നുള്ള കാര്യങ്ങൾ നോക്കാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇവിടെ നിലവിലുള്ള ക്യാൻഡിലെ ഹൈ എന്ന് വെച്ചാൽ 276. 276 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് എങ്ങോട്ട് പോകും? 280 ഭാഗത്തേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യും. അപ്പോൾ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഇവിടെ 57 10 67 10 അത്ര ഒന്നും വേണ്ട, ഇവിടെ കിടന്നോട്ടെ. ആവറേജിങ് ഒന്നും ഇനി സമയമില്ല, കാരണം ഇപ്പോൾ 2 മണിയായി. അടുത്ത ഡയറക്ഷൻ ഇപ്പോൾ മാർക്കറ്റിൽ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഈ 2 മണിക്ക് ചിലപ്പോൾ ആവറേജ് ചെയ്തിട്ട് നമുക്ക് 3:30 കൂടി ഒരു എക്സിറ്റ് പോയിന്റിലേക്ക് എത്താൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പണി കിട്ടും. ഇന്ന് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയത് മുഴുവൻ വെറുതെ വേസ്റ്റായി പോകും. അപ്പോൾ ഇത് സിംഗിൾ ലോട്ടിൽ തന്നെ നമ്മൾ 160 13 പോയിന്റിൽ സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ട് നമുക്കിത് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഈ സ്റ്റോപ്പ് ലോസ് 13 പോയിന്റ് അടിച്ചു പോയി കഴിഞ്ഞാൽ നമുക്കത് എങ്ങനെ പ്രോഫിറ്റാക്കി എടുക്കാൻ പറ്റും? അതിലൊറ്റ വഴിയേ ഉള്ളൂ, പകുതി നമുക്ക് ഈസി ആയിട്ട് പ്രോഫിറ്റാക്കി എടുക്കാൻ പറ്റും. എങ്ങനെ എടുക്കാൻ പറ്റും? ഈ ക്യാൻഡിലിൻ്റെ ഈ പ്രീവിയസ് ആയിട്ടുള്ള ഒരു ക്യാൻഡിലിൻ്റെ ഹൈ എന്ന് പറഞ്ഞാൽ 275.9 276. ഈ ക്യാൻഡിലിൻ്റെ ഹൈ എന്ന് പറഞ്ഞാൽ 276.40. അപ്പോൾ ഇവിടെ ബ്രേക്കൗട്ടായി പോയി കഴിഞ്ഞാൽ മാർക്കറ്റ് 280 വരെ 79 വരെ എന്തായാലും കിട്ടും. അപ്പോൾ 70 തൊട്ട് 9 വരെ പോയിന്റ് പോയാലും ഇവിടെ നമുക്ക് ലോസ് ഒരു 5 പോയിൻ്റായിട്ട് കുറക്കാൻ പറ്റും. കാരണം നമ്മൾ എൻട്രി എടുത്തിരിക്കുന്ന സ്ഥലം ഒരു മാർക്കറ്റ് ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്ന സ്ഥലത്താണ്.
അതുകൊണ്ട് നമുക്ക് അവിടെ ടെൻഷനില്ല. എടുക്കേണ്ട സ്ഥലത്ത് എൻട്രി എടുത്താൽ യാതൊരുവിധ ടെൻഷനില്ല. മണി 2 മണിയായി. ഈ സമയത്തുള്ള മൂവ്മെൻറ്റ് കറക്റ്റായിട്ട് അപ്ലൈ ചെയ്ത് കിട്ടാൻ സാധിച്ചു കഴിഞ്ഞാൽ ഇത് നമുക്ക് ഈസി ആയിട്ട് ഒരു 225 വരെയൊക്കെ ഹോൾഡ് ചെയ്യാനുള്ള ഒരു പവർ കിട്ടും. ഇല്ലാന്നുണ്ടെങ്കിൽ 13 പോയിൻ്റ് പൊക്കോട്ടെ, നമുക്ക് വിഷയമില്ല. ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു എൻട്രി ഒരു എക്സിറ്റിൻ്റെ പ്രാധാന്യം ഓൾമോസ്റ്റ് ഡണ്ണാണ്. ഇപ്പോൾ സിംഗിൾ ലോട്ടിൽ ഒരു 500 റുപ്പീസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം തരക്കേടില്ലാത്ത ഒരു മൂവ്മെൻ്റാണ്. അപ്പോൾ അത് ഓൾമോസ്റ്റ് ആ ഒരു ടിപ്പിലാണ് പ്രീവിയസ് ആയിട്ടുള്ള, അതായത് ഒരു 4 ക്യാൻഡിലിന് മുമ്പുള്ള ടിപ്പ് ബ്രേക്ക് ചെയ്തിട്ടാണ് പോയിക്കൊണ്ടിരിക്കണേ. അപ്പോൾ ഇതൊരു സേഫായിട്ടുള്ള സോണാണ്. ഇപ്പോൾ ഒരു 10,000 രൂപ ഇൻവെസ്റ്റ് ചെയ്ത ഒരാൾക്ക് ഒരു 500 രൂപ കിട്ടിക്കഴിഞ്ഞാൽ മോസ്റ്റ്ലി നല്ല രീതിയിൽ ട്രേഡ് ചെയ്യാൻ ഒരു ഡിസിപ്ലിൻ ട്രേഡിങ്ങിൻ്റെ ഭാഗമായിട്ട് ചെയ്ത ഒരു മന്ത്ലി 100%. അപ്പോൾ അത് നമ്മൾ വെയിറ്റ് ചെയ്യണം. ഒരു എൻട്രി എവിടെ ആയിരിക്കണം, അല്ലെങ്കിൽ അത് എവിടം വരെയൊക്കെ പോകാനുള്ള ചാൻസ് ഉണ്ട്. എൻട്രി എക്സിറ്റ് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചാൽ ഓൾമോസ്റ്റ് ഡണ്ണാണ് കാര്യങ്ങൾ. ഞാനത് ഹോൾഡിംഗ് പർപ്പസ് ആയതുകൊണ്ട് ഇട്ടേക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. എൻ്റെ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ഒരു 209 അല്ലെങ്കിൽ 227 ആ ഒരു റേഞ്ചൊക്കെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ. 225 ഒരു സേഫായിട്ടുള്ള സോൺ. അല്ലെങ്കിൽ ഈ യെല്ലോ ലൈൻ, ഇതെന്നും ഈ യെല്ലോ ലൈനാണ് എനിക്ക് മിക്കവാറും പ്രോഫിറ്റുകൾ ഏൺ ചെയ്ത് തന്നിട്ടുള്ള ആ ഒരു ലെവലെന്ന് പറഞ്ഞാൽ ഈ യെല്ലോ ലൈനാണ്. അപ്പോൾ ഇത് ഈ 217 വരെ ഈ യെല്ലോ ലൈനിൽ ടച്ച് ചെയ്യുമ്പോൾ ഇത് 225 ടച്ച് ചെയ്താൽ നമുക്ക് ഈസി ആയിട്ട് ഇറങ്ങാം, പ്രശ്നങ്ങളൊന്നുമില്ല. ഒരു ഡിസിപ്ലിൻ്റെ ഭാഗമായിട്ടാണെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു 500-ൽ ഇറങ്ങണമെന്നുള്ളതാണ് ഒരു ഡിസിപ്ലിൻ ട്രേഡറുടെ ഭാഗമായിട്ടുള്ള തിയറി എന്ന് വെച്ച് കഴിഞ്ഞാൽ. കാരണം 10 ലോട്ടിട്ട് ചെയ്യുന്ന ആൾ 5000 എടുക്കുമ്പോൾ ഞാനും ഒരു ലോട്ടും കൊണ്ടുവന്നിട്ട് എനിക്ക് 5000 കിട്ടണമെന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമൊന്നുമല്ല. ഈ ഒരു 208.76 ഇത്തിരി സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻ്റ് ആണ്. കാരണം പ്രീവിയസ് ആയിട്ട് നല്ല രീതിയിൽ റെസിസ്റ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു ഏരിയ ബ്രേക്ക് ചെയ്ത് വന്ന ഭാഗത്തേക്ക് ആദ്യം ചെല്ലുമ്പോൾ എന്തായാലും ഒരു റെസ്പെക്റ്റേഷൻ എന്തായാലും ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഈ നെക്സ്റ്റ് ക്യാൻഡിലൊരു മൂവ് കിട്ടിക്കഴിഞ്ഞാൽ ഈ ഒരു ക്യാൻഡിലിൻ്റെ വിക്കിലാണ് ബോഡി ഇപ്പോൾ ക്ലോസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഇത് ലെവൽ ഓൾറെഡി മുകളിലോട്ട് ഈ ഒരു ക്യാൻഡിലിൻ്റെ വിക്ക് വരെ പോയിട്ടുണ്ടെങ്കിലും അങ്ങനെയാണ് നമ്മളൊരു സ്പേസ് കണ്ടുപിടിക്കുന്നത്. കാരണം ഈ വിക്ക്, അതായത് ടാർഗറ്റ് എന്ന് ഹിറ്റ് ചെയ്തിരിക്കുന്ന ഈ ഒരു വിക്കിലാണ് 193. അവിടെ ശരിക്കും ഞാൻ പറഞ്ഞ ഏരിയ എക്സിറ്റ് പ്ലേസ്, ആദ്യത്തെ റെസ്പെക്റ്റേഷൻ. ഈ ബോഡി ചിലപ്പോൾ ക്ലോസ് ചെയ്യുന്നത് ഈ ക്യാൻഡിലിനൊപ്പോ അല്ലെങ്കിൽ ഈ ക്യാൻഡിലിൻ്റെ താഴെയാണെങ്കിൽ പിന്നെ റിവേഴ്സ് ആവാൻ ചാൻസ് ഉണ്ട്. ഈ ക്യാൻഡിലിൻ്റെ ഈ സ്പേസിൻ്റെ ഉള്ളിലാണെങ്കിൽ എഗെയിൻ 193 ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് 208 മാർക്കറ്റ് മൂവ് ആകത്തുള്ളൂ. എൻ്റെ ഉദ്ദേശമൊന്നുമില്ല, എൻ്റെ ഉദ്ദേശം ഈ മഞ്ഞ ലൈനാണ്. ഓൾമോസ്റ്റ് പ്രോഫിറ്റബിൾ ആണ്. അത് കാരണം ഇനിയിപ്പോൾ ഇത് കോസ്റ്റ് ടു കോസ്റ്റ് ഇട്ടാലും ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല. ഞാൻ വരയിട്ടാലേ അത് ബ്രേക്ക് ആവാൻ ഭയങ്കര പാടാണ്. അതുകൊണ്ട് അത് ഡിലീറ്റ് ചെയ്ത് കളയണതാണ് ബെറ്റർ. അയ്യോ, അത് കാണാനില്ലല്ലോ. ഞാൻ എപ്പോൾ വരയിട്ടോ അവിടെ നിന്ന് റിജക്ഷൻ ആവും. ചിലപ്പോൾ ഈ സിംഗിൾ ക്യാൻഡിൽ തന്നെ, ഈ ക്യാൻഡിൽ തന്നെ അടുത്ത 4 മിനിറ്റിൽ ഒരൊറ്റ വിക്ക് 208-ൽ 208.10 ഇടിച്ചിട്ട് താഴത്തോട്ട് വന്നിട്ട് ക്യാൻഡിൽ ക്ലോസ് ആവും. എന്നിട്ട് അതിൻ്റെ അടുത്ത ക്യാൻഡിൽ 207.95 ബ്രേക്ക് ചെയ്തിട്ടായിരിക്കും ചിലപ്പോൾ പിന്നീട് എങ്ങോട്ട് പോണേ, 227 പോണത്. ഇതേ വരുന്നുണ്ട് 207, ഓൾമോസ്റ്റ് ഡൺ. ഓക്കെ, അവിടെ ഹിറ്റ് ചെയ്ത് ഇതിഞ്ഞ് താഴത്തോട്ട് വന്നിട്ട് വേണ്ട, അത് ക്ലോസ് ചെയ്യാം. ഒരു ടാർഗറ്റ് പറഞ്ഞാൽ ആ ടാർഗറ്റ് നമ്മൾ ഇറങ്ങണം. ഇനി ഇവിടെ നിന്ന് മൂവ് ചെയ്താൽ പൊക്കോട്ടെ, സാധനം 227 ഓക്കെ 217 താഴത്തോട്ട് വന്നിട്ട് അത് ഹിറ്റ് ചെയ്തെന്നാണ് ആ കാണുന്നത്. എനിവേ ഇനി 3 മണിക്ക് നോക്കാം. എത്ര വരെ പോയി? 215 വരെ. ഈസി ട്രേഡ്.
എത്ര മുതലാണ് ഇതിൻ്റെ ഓപ്പൺ? 173 മുതൽ 215 വരെ. ഓക്കെ, 217 എത്തിയിട്ടുണ്ട്. 225, 228 ഫൈനൽ ഡെസ്റ്റിനേഷൻ. മഞ്ഞ വര പോട്ടെ. ഓക്കെ, മഞ്ഞ ലൈനിലേക്ക് മുട്ടാറായിട്ടുണ്ട്. ഓൾമോസ്റ്റ് 214, 224 യെല്ലോ ലൈൻ. ഓൾമോസ്റ്റ് 2.25 ആയി. അപ്പോൾ ഇനി 3 മണിയുടെ ട്രേഡിലേക്ക് വലിച്ചു നീട്ടി കൊണ്ടുപോകണമെന്ന് എനിക്ക് താല്പര്യമില്ല. കാരണം ഈ സിംഗിൾ ക്യാൻഡിൽ തന്നെ മാസീവ് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. ഇന്ന് നമ്മൾ ചാർട്ടിനെ ഒരുപാട് പീഡിപ്പിച്ചു, സ്ട്രഗിൾ ചെയ്യിപ്പിച്ചു, ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിച്ചു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ എനിവേ പാർട്ട് സെക്കൻഡും കൃത്യമായിട്ടുള്ളൊരു എൻട്രി എക്സിറ്റൊക്കെ നടത്താൻ സാധിച്ചത് ദൈവത്തിനോട് നന്ദി പറഞ്ഞുകൊണ്ട്, കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഉള്ളവർക്ക് നേരിട്ട് വിളിക്കുകയും ചെയ്യാം, ലൈവിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ഞാൻ ഇങ്ങനെയാണ് വ്യൂ പറയുന്നത്. അത് മനസ്സിലാക്കി പ്രോഫിറ്റബിളായിട്ട് ട്രേഡ് എടുക്കാനായിട്ട് താല്പര്യമുള്ളവർക്ക് ലൈവിലേക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാവുന്നതാണ്. എനിവേ ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് വീഡിയോ പര്യവസാനിപ്പിക്കാം. ഓൾ ദി ബെസ്റ്റ്.